നമസ്കാരം, ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ജമ്മുകാശ്മീർ മുൻ ഗവർണറും ബി.ജെ.പി. നേതാവുമായിരുന്ന സത്യപാൽ മാലിക്. ശിവസേന, കോൺഗ്രസ്, ശരത് പവാർ, എൻ.സി.പി. സഖ്യമായ മഹാവികാസ് അഘാഡിക്ക് വേണ്ടി പ്രചാരണത്തിന് താൻ ഇറങ്ങുമെന്നും സത്യപാൽ മാലിക് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും ശിവസേന മേധാവിയുമായ ഉദ്ധവ് താക്കറെയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച ശേഷമായിരുന്നു സത്യപാലിന്റെ പ്രതികരണം. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സത്യപാൽ മാലിക് ഈ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കുമെന്നും പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണെന്ന് നേരത്തെ സത്യപാൽ മാലിക് ആരോപിച്ചിരുന്നു. ജവാന്മാരെ കൊണ്ടുപോകാൻ CRPF വിമാനം ആവശ്യപ്പെട്ടുവെങ്കിലും ആഭ്യന്തര മന്ത്രാലയം അത് നിഷേധിച്ചുവെന്നും ഈ വീഴ്ച മറച്ചുവെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടെന്നും സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരുന്നു. 2019 ഫെബ്രുവരി 14 ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 49 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായത്. എന്നാൽ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിൽ CBI റെയ്ഡും നടത്തിയിരുന്നു. കിരു ജലവൈദ്യുത പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. വിവിധ വിഷയങ്ങളിൽ മോദി ഭരണകൂടത്തെ താൻ രൂക്ഷമായി വിമർശിക്കുന്നതാണ് റെയ്ഡിന് കാരണമെന്നും സത്യപാൽ പറഞ്ഞിരുന്നു. 2012 ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായിരുന്നു സത്യപാൽ മാലിക്. 2018 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ ഒന്നാം മോദി സർക്കാർ ജമ്മു കാശ്മീർ ഗവർണറായി നിയമിച്ചത്. അതിനു മുൻപ് ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളുടെയും ഗവർണറായിരുന്നു. 2019 ഒക്ടോബർ വരെ ജമ്മു കാശ്മീരിന്റെ 10ാമത്തെയും അവസാനത്തെയും ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി 2019 ഓഗസ്റ്റ് 5 കേന്ദ്രം റദ്ദാക്കുന്നത്. ഇതിനിടെ അദ്ദേഹത്തിന്റെ Z+ സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതിലും കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചും സത്യപാൽ മാലിക് രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.